അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 10 പൊളിറ്റിക്സിലെ ഔട്ട്കംസ് ഓഫ് ഡെമോക്രസി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. നമുക്ക് ചാപ്റ്ററിലേക്ക് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. As we begin to wind up our tour of democracy, it is time to move beyond our discussion of specific themes and ask a general set of questions. What does democracy do? Or what outcomes can we reasonably expect from democracy? Also, does democracy fulfill these expectations in real life? We begin by thinking about how to assess the outcomes of democracy. After some clarity on how to think on this subject, we proceed to look at the expected and actual outcomes of democracy in various respects: quality of government, economic well-being, inequality, social differences and conflicts, and finally, freedom and dignity. അപ്പോൾ നമ്മളെന്താണ് നമ്മുടെ ഡെമോക്രസിയെ കുറിച്ചുള്ള ആ ഒരു ടൂർ, അല്ലെങ്കിൽ നമ്മൾ ഡെമോക്രസിയെ കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററുകളിൽ നമ്മൾ പഠിച്ചു വന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ നോക്കുന്നത് ഡെമോക്രസി എന്താണ് നൽകുന്നത്, എന്തൊക്കെ എക്സ്പെക്ടേഷൻ ആണ് അവർ ഒരു ജനങ്ങൾക്ക് നൽകുന്നത്, അതൊക്കെ ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കുന്നത്. ഹൗ ഡു വി അസസ് ഡെമോക്രസീസ് ഔട്ട്കംസ്? Do you remember how students in Mathan Lingho's class argued about democracy? This was in chapter 2 of class 9 textbook. It emerged from that conversation that democracy is better form of government when compared to dictatorship or any other alternative. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഡെമോക്രസി എന്ന് പറയുന്നത്. ഡിക്റ്റേറ്റർഷിപ്പ് അല്ലെങ്കിൽ അതുപോലുള്ള മറ്റു പല ഒരു ഗവൺമെന്റൽ ഫോമിനേക്കാളും ഒക്കെ മെച്ചപ്പെട്ടതാണ് ആ ഡെമോക്രസി എന്ന് പറയുന്ന ഐഡിയോളജി എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതിൻ്റെ ഒരു എന്തുകൊണ്ടാണ് അത് ബെറ്റർ ആയെന്ന് ചോദിച്ചാൽ കുറച്ച് റീസൺസ് ഉണ്ട്. പ്രൊമോട്ട്സ് ഇക്വാലിറ്റി എമംഗ് സിറ്റിസൺസ്, ജനങ്ങൾ എല്ലാവർക്കും ഇടയിൽ ഒരു ഇക്വാലിറ്റി, ജനങ്ങളെല്ലാവരും തുല്യരാണ് എന്നൊരു ആശയം മുന്നോട്ട് വയ്ക്കുന്നു. എൻഹാൻസസ് ദ ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ, എല്ലാ ജനങ്ങളുടെയും അല്ലെങ്കിൽ ഓരോരുത്തരുടെയും ഡിഗ്നിറ്റി, അന്തസ്സിനെ എന്ത് ചെയ്യുന്നു, എൻഹാൻസ് ചെയ്യാൻ സഹായിക്കുന്നു. ഇംപ്രൂവ്സ് ദ ക്വാളിറ്റി ഓഫ് ഡിസിഷൻ മേക്കിങ്ങിന്റെ അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിന്റെ ക്വാളിറ്റി കൂട്ടാൻ ഈ ഒരു ഡെമോക്രസി എന്ന് പറയുന്ന സംവിധാനം സഹായിക്കുന്നു. പ്രൊവൈഡ്സ് എ മെത്തേഡ് ടു റിസോൾവ് കോൺഫ്ലിക്ട്സ് ആൻഡ് അലോസ് റൂം ടു കറക്റ്റ് മിസ്റ്റേക്സ്. അപ്പോൾ എന്താണ് ഒരു ഒരു കോൺഫ്ലിക്ട്സ് അല്ലെങ്കിൽ തർക്കങ്ങളെല്ലാം പരിഹരിക്കാൻ ഒരു റൂം ആയിട്ട് അല്ലെങ്കിൽ ഒരു മെത്തേഡായിട്ട് ഈ ഡെമോക്രസി നിലകൊള്ളുന്നു. ആൾസോ റൂം ടു കറക്റ്റ് മിസ്റ്റേക്സ്, ആ ഒരു മിസ്റ്റേക്സ് എല്ലാം കറക്റ്റ് ചെയ്യാനുള്ള ഒരു റൂം അല്ലെങ്കിൽ സ്പേസ് ആയിട്ടും ഈ ഡെമോക്രസി ആക്ട് ചെയ്യുന്നു. Are these expectations realized under democracies? When we talk to people around us, most of them support democracy in against other alternatives, such as rule by monarch or military or religious leaders. But not so many of them would be satisfied with the democracy in practice. അപ്പോൾ നമ്മൾ ജനങ്ങളോട് സംസാരിച്ചാൽ ബാക്കിയുള്ള ഒരു ഫോമിനേക്കാളും മറ്റ് ജനങ്ങൾ പ്രിഫർ ചെയ്യാൻ ഡെമോക്രസി തന്നെ ആയിരിക്കും. ഡിക്റ്റേറ്റർഷിപ്പ് കണക്കോ മിലിറ്ററി റൂൾ കണക്കോ റിലീജിയസ് ലീഡേഴ്സിന്റെ റൂൾ കണക്കോ ഒക്കെ ഉള്ളതിനേക്കാളും ജനങ്ങൾ സപ്പോർട്ട് ചെയ്യാം എപ്പോഴും ഡെമോക്രസി ആയിരിക്കും. പക്ഷേ ഈ ജനങ്ങൾ അവരുടെ എക്സ്പെക്ടേഷൻസ് ഫുൾഫിൽ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ ഡെമോക്രസി ജനങ്ങളുടെ എക്സ്പെക്ടേഷൻസ് ഫുൾഫിൽ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് പലപ്പോഴും ഒരു നെഗറ്റീവ് ആൻസേഴ്സ് ആയിരിക്കും വരിക. കാരണം ജനങ്ങളുടെ എക്സ്പെക്ടേഷൻസ് ഒന്നും അങ്ങനെ പാലിക്കപ്പെടുന്നില്ല എന്നാണ് അവരുടെ ഒരു തോട്ട്. സോ ഇഫ് ഹീസ് എ dilemma. Democracy is seen to be good in principle but felt to be not so good in its practice. അപ്പോൾ നമ്മളൊരു ഡെലമയിലാവും, അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ ആവും. ഡെമോക്രസി എന്താണ്, തിയറിയിൽ അത് അത്ര മികച്ച ഒരു പ്രാക്ടീസാണ്, പക്ഷേ അത് പ്രാക്ടിക്കലി അത് പോസിബിൾ ആവുന്നില്ല. ദിസ് ഡിലമ ഇൻവൈറ്റ്സ് us to think hard about the outcomes of democracy. അപ്പോൾ ഈ ഒരു കൺഫ്യൂഷൻ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമ്മുടെ ഒരു ഡെമോക്രസിയുടെ ഔട്ട്കംസിനെ കുറിച്ച് ഒന്ന് നമ്മളെ ചിന്തിപ്പിക്കാൻ ബാധ്യസ്ഥനാക്കുന്നുണ്ട്. ഡു വി പ്രിഫർ ഡെമോക്രസി ഓൺലി ഫോർ മോറൽ റീസൺസ്? അപ്പോൾ ഡെമോക്രസി എന്താണ്, മോറൽ റീസൺ മേലിൽ മാത്രമാണോ നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത്? ഓർ ആർ ദെയർ സം പ്രൊഡൻഷ്യൽ റീസൺസ് ടു സപ്പോർട്ട് ഡെമോക്രസി ടു? അപ്പോൾ അത് മാത്രമല്ലാതെ എന്തെങ്കിലും വേറെ റീസൺസ് ഉണ്ടോ ഡെമോക്രസിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട്? Over 100 countries of the world today claim and practice some kind of democratic politics. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകത്ത് ഏകദേശം 100 കൺട്രികളിൽ അല്ലെങ്കിൽ 100 രാജ്യങ്ങളിൽ പുറമെ ഡെമോക്രസി അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് പൊളിറ്റിക്സ് പിന്തുടരുന്നവരുണ്ട്. They have formal constitution, they hold elections, they have parties and they guarantee rights of citizens. അപ്പോൾ അതിനൊരു ഫോർമൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അവർ ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യാറുണ്ട്.
അവർക്ക് പാർട്ടി ഉണ്ട്, അതുപോലെ തന്നെ സിറ്റിസൺസിന്റെ റൈറ്റ് അവർ ഗ്യാരണ്ടി ചെയ്യാറുണ്ട്, പ്രൊട്ടക്ട് ചെയ്യാറുമുണ്ട്. While these features are common to most of them, these democracies are very much different from each other in terms of their social situation. അപ്പോൾ ഈ ഒരു ഫ്യൂച്ചേഴ്സ് മിക്കുള്ളവർക്ക് കോമൺ ആണെങ്കിലും അവരൊരു സോഷ്യൽ സിറ്റുവേഷൻ അനുസരിച്ച് ഇത് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും എല്ലാവർക്കും തോന്നുക. ദെയർ എക്കണോമിക് അച്ചീവ്മെന്റ്സ് ആൻഡ് ദെയർ കൾച്ചർ. അപ്പോൾ ഇതൊക്കെ അവരുടെ സോഷ്യൽ സിറ്റുവേഷൻ അനുസരിച്ചും എക്കണോമിക് അച്ചീവ്മെന്റ് അനുസരിച്ചും കൾച്ചർ അനുസരിച്ചൊക്കെ പലർക്കും പല ഒരു പെർസ്പെക്റ്റീവിൽ ഈ ഡെമോക്രസിയെ കുറിച്ച് ഒപ്പീനിയൻസ് കാണും. ക്ലിയർലി വാട്ട് മേ ബി അച്ചീവ്ഡ് ഓർ നോട്ട് അച്ചീവ്ഡ് അണ്ടർ ഈച്ച് ഓഫ് ദീസ് ഡെമോക്രസീസ് വിൽ ബി വെരി ഡിഫറെൻറ്റ്. ബട്ട് ഈസ് ദർ സംതിങ് ദാറ്റ് വി ക്യാൻ എക്സ്പെക്ട് ഫ്രം എവറി ഡെമോക്രസി ജസ്റ്റ് ബിക്കോസ് ഇറ്റ്സ് ഡെമോക്രസി. അപ്പോൾ ഇതിൻ്റെ ഓരോ രാജ്യങ്ങൾ എടുത്ത് നോക്കിയാലും അതിൻ്റെ ഡെമോക്രസി അനുസരിച്ച് അത് ജനങ്ങളുടെ എക്സ്പെക്ടേഷനൊക്കെ വ്യത്യാസമായിരിക്കും. പക്ഷേ ഡെമോക്രസി ആയതുകൊണ്ട് തന്നെ ഈ ഡെമോക്രസി എന്ന കാഴ്ചപ്പാടിൽ നിന്ന് നമുക്ക് കോമൺ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ? Our interest in and fascination of for democracy often pushes us into taking a position that democracy can address all socio-economic and political problems. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡെമോക്രസിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ സോഷ്യോ എക്കണോമിക് പൊളിറ്റിക്കൽ പ്രോബ്ലംസിനെ ഒരു അഡ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ സം ഓഫ് അവർ എക്സ്പെക്ടേഷൻ ആർ നോട്ട് മെറ്റ് വി സ്റ്റാർട്ട് ബ്ലെയിമിംഗ് ദ ഐഡിയ ഓഫ് ഡെമോക്രസി. അപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു എക്സ്പെക്ടേഷൻ ശരിയായിട്ട് വന്നില്ല എങ്കിൽ നമ്മൾ ഉടനെ എന്ത് ചെയ്യും? ഡെമോക്രസിയെ കുറ്റം പറയും, ബ്ലെയിം ചെയ്യും. ഓർ വി സ്റ്റാർട്ട് ഡൗട്ടിങ് ഇഫ് വി ആർ ലിവിങ് ഇൻ എ ഡെമോക്രസി. അപ്പോൾ അടുത്ത് നമ്മൾ എന്ത് ചെയ്യും? സംശയിക്കും, നമ്മൾ ഡെമോക്രസി തന്നെയാണോ ജീവിക്കുന്നത്? The first step towards thinking carefully about the outcomes of democracy is to recognize that democracy is just a form of government. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കാൻ ചിന്തിക്കേണ്ട കാര്യം എന്താണ്? ഡെമോക്രസി എന്ന് പറയുന്ന ഒരു ഗവൺമെന്റിന്റെ ഒരു ഫോം മാത്രമാണ്. ഇറ്റ് ക്യാൻ ഓൺലി ക്രിയേറ്റ് കണ്ടീഷൻ ഫോർ അച്ചീവിങ് സംതിങ്. അതിനെന്ത് ചെയ്യാൻ പറ്റും? ഒരു എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാനുള്ള ഒരു കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. The citizens have to take advantage of those conditions and achieve those goals. അപ്പോൾ എന്ത് ചെയ്യണം? ജനങ്ങളാണ് ആ കണ്ടീഷൻ എല്ലാം അക്സെപ്റ്റ് ചെയ്ത് ആ ഒരു എന്തിലേക്ക് എത്തിച്ചേരാൻ, ഒരു അവരുടെ ഗോളുകളിലേക്ക് എത്തിച്ചേരാൻ, അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ. Let us examine some of the things we can reasonably expect from democracy and examine the effort of democracy. അപ്പോൾ നമുക്ക് എന്താണ് ഡെമോക്രസിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു ഒക്കെ നമുക്ക് അടുത്ത ഈ വരുന്ന ഭാഗങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം. അക്കൗണ്ടബിൾ, റെസ്പോൺസീവ് ആൻഡ് ലെജിറ്റിമേറ്റ് ഗവൺമെന്റ്. അപ്പോൾ ആദ്യത്തെ ഫീച്ചർ അതാണ്. There are some things that democracy must provide. In a democracy, we are most concerned with ensuring that people will have the right to choose their rulers and people will have control over the rulers. Whenever possible and necessary, citizens should be able to participate in decision making that affects them all. ഇപ്പോൾ എന്താണ് ചില കാര്യങ്ങൾ ഡെമോക്രസി അത് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾക്ക് അധികാരം കിട്ടണം. അവരുടെ ആരെയാണ് ഭരിക്കാൻ വേണ്ടി ചൂസ് ചെയ്യുന്നത്, അവരുടെ റൂളേഴ്സിനെയൊക്കെ ചൂസ് ചെയ്യാൻ ഒരു അധികാരം ആർക്ക് കിട്ടണം? ഗവൺമെന്റിനല്ല, അവരുടെ ഗവൺമെന്റിനൊക്കെ ചൂസ് ചെയ്യാനുള്ള അധികാരം ജനങ്ങൾക്ക് കിട്ടണം. ജനങ്ങൾക്ക് ആ റൂളേഴ്സിന് മേലൊരു കൺട്രോളും ഉണ്ടാവണം. അപ്പോൾ അവർക്ക് അടുത്ത് ആ ഒരു ജനങ്ങൾക്ക് ഡിസിഷൻ മേക്കിങ്ങിൽ പങ്കെടുക്കാൻ പറ്റണം. അവരെ ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളിലും അവർക്ക് പങ്കെടുക്കാൻ പറ്റണം. Therefore, the most basic outcome of democracy should be that it produces a government that is accountable to the citizen. അപ്പോൾ ആദ്യത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അക്കൗണ്ടബിൾ ആയ, എല്ലാ സിറ്റിസൺസും അക്കൗണ്ടബിൾ ആയ ഒരു ഗവൺമെന്റിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് റെസ്പോൺസീവ് ടു ദ നീഡ്സ് ആൻഡ് എക്സ്പെക്ടേഷൻസ് ഓഫ് ദ സിറ്റിസൺ. അതുപോലെ തന്നെ ആ ഗവൺമെന്റ് എങ്ങനെ ഇരിക്കണം? റെസ്പോൺസിബിൾ ആയിരിക്കണം. ജനങ്ങളുടെ ആവശ്യങ്ങൾക്കും എക്സ്പെക്ടേഷനും ഒക്കെ ഫുൾഫിൽ ചെയ്യാൻ ബാധ്യസ്ഥരായിരിക്കണം, റെസ്പോൺസിബിളുമായിരിക്കണം. Before we go into this question, we face another common question: is the democratic government efficient? അപ്പോൾ ആ ക്വസ്റ്റ്യനിലേക്ക് ഉത്തരം തിരക്കി പോകുന്നതിന് മുമ്പ്, ആ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് വേറൊരു കോമൺ ക്വസ്റ്റ്യൻ അഡ്രസ് ചെയ്യും. എന്താണ് ഈ ഡെമോക്രാറ്റിക് ഗവൺമെന്റ്സ് എഫിഷ്യന്റ് ആണ്? ഈസ് ഇറ്റ് എഫക്റ്റീവ്? അത് എഫക്റ്റീവ് ആണ്. സം പീപ്പിൾ തിങ്ക് ദാറ്റ് ഡെമോക്രസി പ്രൊഡ്യൂസ് ലെസ് എഫക്റ്റീവ് ഗവൺമെന്റ്. ചില ആൾക്കാരുടെ ചിന്തയുണ്ട് എന്താണ് ഡെമോക്രസി എന്ന് പറയുന്ന അത്രയ്ക്കും എഫക്റ്റീവ് അല്ലാത്ത ഗവൺമെന്റിനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇറ്റ്സ് of course true that non-democratic rulers do have to bother about deliberation in assemblies or worry about majorities and public opinion. അപ്പോൾ നമ്മൾ സ്വയം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഡെമോക്രാറ്റിക് അല്ലാത്ത രാജ്യങ്ങളിൽ ഈ റൂളേഴ്സിനെ ഭയപ്പെടേണ്ട കാര്യമില്ല. എന്താണ് അസംബ്ലി ഭൂരിപക്ഷത്തെ ആലോചിച്ചോ മെജോറിറ്റി സപ്പോർട്ടിനെ ആലോചിച്ചോ ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. So they can be very quick and efficient in decision making and implementation. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ വേഗത്തിൽ
ഡിസിഷൻ മേക്കിങ്ങും ഇംപ്ലിമെന്റേഷനും ചെയ്യാൻ പറ്റും. ഡെമോക്രസി ഈസ് ബേസ്ഡ് ഓൺ ദ ഐഡിയ ഓഫ് ഡെലിബറേഷൻ ആൻഡ് നെഗോസിയേഷൻ. ഇപ്പോൾ ഡെമോക്രസി തന്നെ ഡെലിബറേഷനും നെഗോഷിയേഷൻ എന്ന് പറയുന്ന ഐഡിയകളിൽ ഊന്നിയാണ് നിലനിൽക്കുന്നത്. സോ സം ഡിലേ ഈസ് ബൗണ്ട് ടു ടേക്ക് പ്ലേസ്. ഡസ് ദാറ്റ് മേക്ക് ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ഇൻഎഫിഷ്യന്റ്? അപ്പോൾ കുറച്ച് ഡിലേ ഒക്കെ ഉണ്ടാകും, അത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ഇൻഎഫിഷ്യന്റ് ആണെന്ന് പറയാൻ പറ്റുമോ? Let us think in terms of cost. Imagine a government that may take decision very fast, but it may take decisions that are not accepted by the people and may therefore face problems. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കി നോക്കാം. ഇപ്പോൾ ഗവൺമെന്റ് പെട്ടെന്ന് ഒരു തീരുമാനം എടുത്തു, പക്ഷെ ജനങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടായിരിക്കും. In contrast, the democratic government will take more time to follow procedures before arriving at a decision. പക്ഷേ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ആണെങ്കിൽ അവർ ഒരുപാട് പ്രൊസീജിയേഴ്സ് പാലിച്ച് ആ ഒരു ഡിസിഷനിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരുപാട് കടമ്പകൾ കടന്ന് ഒക്കെയാണ് എത്തുന്നത്. But because it has followed procedures, its discussion may be both more acceptable to the people and more effective. അപ്പോൾ ഒരുപാട് പ്രൊസീജിയേഴ്സ് കടന്നു വരുന്നത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാക്കി അതിനെക്കുറിച്ച് മനസ്സിലാക്കി എടുക്കാൻ പറ്റുകയൊക്കെ ചെയ്യും. So the cost of time that democracy pays is perhaps worth it. അപ്പോൾ ഡെമോക്രസി എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ അത് ഉപയോഗമുള്ള സമയം തന്നെയാണ്. Now look at the other side. Democracy ensures that decision making will be based on norms and procedures. അപ്പോൾ മറ്റൊരു വശം നോക്കിയാണ് ഡെമോക്രസി ഉറപ്പുവരുത്തുന്നത് എന്ത് ചെയ്യുന്നു? ഡിസിഷൻ മേക്കിംഗ് എല്ലാം കണ്ടീഷൻസും നോംസും ഒക്കെ പാലിച്ചാണ് ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്തുന്നു. So a citizen who wants to know if a decision was taken through the correct procedures can find this out. അപ്പോൾ ഒരു ജനത്തിന് അല്ലെങ്കിൽ ഒരു സിറ്റിസന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് നടപടികളിൽ കൂടിയാണ് എടുത്തതെന്ന് മനസ്സിലാക്കാനുണ്ടെങ്കിൽ അത് സാധിക്കുന്നു അവർക്ക്. She has the right and the means to examine the process of decision making. ആ ജനത്തിന് എന്തുണ്ട്? ആ ഒരു അവകാശമുണ്ട്, ആ ഒരു കറക്റ്റ് വേയിൽ തന്നെയാണോ ഈ ഡിസിഷൻസ് ഒക്കെ എടുത്തത് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. This is known as transparency. ഇതിനെ പറയുന്ന പേരാണ് സുതാര്യത അല്ലെങ്കിൽ ട്രാൻസ്പെറൻസി. This factor is often missing from a non-democratic government. ഇത് ജനാധിപത്യ അല്ലാത്ത ഗവൺമെന്റുകളിൽ നമുക്ക് കാണാൻ കഴിയില്ല. Therefore, when we are trying to find out the outcomes of democracy, it is right to expect more democracy to produce a government that follows procedures and is accountable to the people. അപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഒരു ഡെമോക്രാറ്റിക് ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ അത് പ്രൊസീജിയേഴ്സ് ഒക്കെ പാലിക്കുന്ന ജനങ്ങൾക്ക് അക്കൗണ്ടബിൾ ആയ ഗവൺമെന്റ് ആയിരിക്കും. We can also expect that the democratic government develops mechanism for citizen to hold the government accountable and mechanism for citizen to take part in decision making whatever they think fit. അപ്പോൾ അവിടെ ജനങ്ങൾക്കും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ചെയ്യാനും കാര്യങ്ങൾക്കും എല്ലാം അവരും വിവരങ്ങൾ അറിയുന്നുണ്ട്. If you wanted to measure democracies on basis of this expected outcome, you would look for the following practices and institutions. അപ്പോൾ നമ്മൾ ഡെമോക്രസിയുടെ മെഷേഴ്സ് അല്ലെങ്കിൽ ഡെമോക്രസിയുടെ എക്സ്പെക്ടേഷൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ റെഗുലർ ആൻഡ് ഫ്രീ ഫെയർ ഇലക്ഷൻസ്, ഓപ്പൺ ടു പബ്ലിക് ഡിബേറ്റ് ഓൺ മേജർ പോളിസീസ് ആൻഡ് ലെജിസ്ലേഷൻ. അപ്പോൾ നോക്കുകയാണെങ്കിൽ ആൻഡ് സിറ്റിസൺസ് റൈറ്റ് ടു ഇൻഫർമേഷൻ അബൌട്ട് ദ ഗവൺമെന്റ് ആൻഡ് ഇറ്റ്സ് ഫംഗ്ഷനിങ്. അപ്പോൾ ജനങ്ങൾക്ക് ഒരുപാട് അവകാശങ്ങൾ കിട്ടുന്നുണ്ട്. എന്താണ്? ആദ്യം ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ, അതുപോലെ തന്നെ ഓപ്പൺ പബ്ലിക് ഡിബേറ്റുകൾ നടത്താൻ, സിറ്റിസൺസിന് അവരുടെ വിവരങ്ങൾ ഗവൺമെന്റ് നടത്തുന്ന ഇൻഫർമേഷനും വിവരങ്ങളും എല്ലാം അറിയാനുള്ള അങ്ങനെ ഒരുപാട് അവകാശങ്ങൾ സിറ്റിസൺസിന് കിട്ടുന്നുണ്ട്. The actual performance of democracy shows a mixed record on this. Democracies have had great success in setting up regular and free elections and in setting up conditions for open public debate. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാം, ഡെമോക്രസി ഒരുപാട് സക്സസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ റെഗുലർ ആയിട്ട് നടത്തുന്നതിലും അതുപോലെ തന്നെ പബ്ലിക് ഡിബേറ്റ് ഓപ്പൺ പബ്ലിക് ഡിബേറ്റിന്റെ കാര്യത്തിലൊക്കെ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. But most democracies fall short of elections that provide a fair chance to everyone and in subjecting every decision to public debate. Democratic government do not have very good record when it comes to sharing information with citizens. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ജനങ്ങളുമായിട്ട് വിവരം പങ്കുവയ്ക്കുന്നതിൽ അത്രയ്ക്കും മികച്ച ഒരു കാര്യം നമുക്ക് നടക്കുമെന്ന് പറയാൻ പറ്റില്ല. All one can say is favor of democratic regimes is that they are much better than the non-democratic regime in these respects. അപ്പോൾ ആകെ പറയാൻ പറ്റുന്ന ഒരു പ്ലസ് പോയിന്റ് എന്താണ്?
ഡെമോക്രാറ്റിക് റെജീം അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് റീജിയനിൽ താമസിക്കുന്നവർക്ക് നോൺ ഡെമോക്രാറ്റിക് റീജിയനിൽ താമസിക്കുന്നവരെക്കാളും ഒരു മച്ച് ബെറ്റർ കണ്ടീഷൻ ആണെന്ന് പറയാം. It is substantive terms. It may be reasonable to expect from democracy a government that is attentive to the needs and demands of the people, is largely free from corruption. അപ്പോൾ വേറൊരു തോട്ട് എന്താണ്, ഈ നമുക്കൊരു ഡെമോക്രസി അല്ലെങ്കിൽ ഒരു ജനങ്ങളിൽ കൂടുതൽ അറ്റൻറ്റീവായിട്ട് നിൽക്കുന്ന ഗവൺമെന്റ് കറപ്ഷനിൽ നിന്നും ഫ്രീ ആയിരിക്കും എന്നൊരു തോട്ട് വരുന്നുണ്ട്. The record of democracies is not impressive on these two counts. Democracies often frustrate the needs of the people, often ignore the demands of the majority in the population. അപ്പോൾ ചില സമയങ്ങളൊക്കെ ഡെമോക്രസി എന്താണ്, അവരുടെ പോപ്പുലേഷന്റെ മെജോറിറ്റിയുടെ ആവശ്യങ്ങൾ തള്ളിക്കളയുന്നതായിട്ട് നമുക്ക് കാണാം. The routine tales of the corruption are enough to convince us that democracy is not free of this evil. അപ്പോൾ ഈ കറപ്ഷന്റെ കഥകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്താണ്, ഡെമോക്രസി ഇവിളിൽ നിന്നും ഫ്രീ അല്ല എന്ന്, അല്ലെങ്കിൽ ഡെമോക്രസിക്കും അതിൻ്റെതായ പ്രോബ്ലം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അറ്റ് ദ സെയിം ടൈം ദർ ഈസ് നത്തിങ് ടു ഷോ ദാറ്റ് നോൺ ഡെമോക്രസീസ് ആർ ലെസ് കറപ്റ്റ് ഓർ മോർ സെൻസിറ്റീവ് ടു ദ പീപ്പിൾ. അപ്പോൾ നമുക്ക് ആ സമയത്ത് നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റില്ല നോൺ ഡെമോക്രസീസ് എന്താണ് കറപ്റ്റ് അല്ല എന്നും, അതുപോലെ തന്നെ ജനങ്ങളിലേക്ക് കൂടുതൽ സെൻസിറ്റീവ് ആണെന്ന് നമുക്ക് എടുത്ത് കാണിക്കാനില്ല. ദർ ഈസ് വൺ റെസ്പെക്ട് ഇൻ വിച്ച് ഡെമോക്രസി ഗവൺമെന്റ് ഈസ് സർട്ടൻലി ബെറ്റർ ദാൻ ഇറ്റ്സ് ആൾട്ടർനേറ്റീവ്സ്. ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ഈസ് എ ലെജിറ്റിമേറ്റ് ഗവൺമെന്റ്. ഒരു റെസ്പെക്റ്റിൽ നമുക്ക് പറയാൻ പറ്റും ഡെമോക്രാറ്റിക് ഗവൺമെന്റ് എന്താണ്, ബാക്കിയുള്ള ഗവൺമെന്റിനേക്കാളൊക്കെ ബെറ്റർ ആണെന്ന് പറയാൻ പറ്റും. അതെന്താണ്, ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ലെജിറ്റിമേറ്റ് ഗവൺമെന്റ് ആണ്. ഇറ്റ് മേ ബി സ്ലോ, ലെസ് എഫക്റ്റീവ്, നോട്ട് ഓൾവേസ് വെരി റെസ്പോൺസീവ് ഓർ ക്ലീൻ, ബട്ട് എ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ഈസ് പീപ്പിൾസ് ഓൺ ഗവൺമെന്റ്. ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ചിലപ്പോൾ സ്ലോ ആയിരിക്കും, ലെസ് എഫിഷ്യൻ്റ് ആയിരിക്കും, കറപ്ഷനൊക്കെ ഉണ്ടാകും, എപ്പോഴും റെസ്പോൺസീവ് ആണെന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ അതെപ്പോഴും ജനങ്ങളുടെ ഗവൺമെന്റ് ആയിരിക്കും. That is why there is an overwhelming support for the idea of democracy all over the world. അതുകൊണ്ടാണ് ഈ ഡെമോക്രസിക്ക് ലോകം മുഴുവൻ എത്രയ്ക്കും സപ്പോർട്ട് കിട്ടിയത്. As the accompanying evidence from South Asia shows that support exists in countries with democratic regimes as well as countries without democratic regimes. നമ്മൾ നോക്കുകയാണെങ്കിൽ മിക്ക രാജ്യങ്ങളിലും, സൗത്ത് ഏഷ്യയിൽ തന്നെ മിക്ക രാജ്യങ്ങളിലും ഡെമോക്രസിയാണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത്. ഈവൻ നോൺ ഡെമോക്രാറ്റിക് ആയ രാജ്യങ്ങളിൽ വരെ ഡെമോക്രസിയാണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത്. People wish to be ruled by representatives elected by them. ജനങ്ങൾ ആഗ്രഹിക്കുന്നു അവരാൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ അവരെ ഭരിക്കണമെന്ന്. They also believe that democracy is suitable for their country. അവർ എപ്പോഴും ചിന്തിക്കുന്നു ഡെമോക്രസി അവരുടെ കൺട്രിക്ക് സ്യൂട്ടബിൾ ആണ്. Democracy's ability to generate its own support is itself an outcome that cannot be ignored. ഡെമോക്രസിയുടെ എബിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു സപ്പോർട്ട്, അതിന് തന്നെ സ്വയം ഒരു സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ ഒരു പ്രത്യേകമായിട്ട് നമ്മൾ എടുത്തു കാണേണ്ട ഒരു സവിശേഷതയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ വരുന്നത്. താങ്ക് യു.